CPM-ന്റെ ക്രൂരന്മാരായ സ്ത്രീ പീഡകരെയും ഇതുപോലെ കൊലപാതക തലവിടുന്ന ആളുകൾ സംരക്ഷിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, അവരെയൊക്കെ ശ്രീ പിണറായി വിജയൻ സംരക്ഷിക്കാൻ വരും. അല്ല, നീതിക്ക് വേണ്ടി നീതി ആവശ്യമുള്ളവരെ സംരക്ഷിക്കാൻ ചരിത്രം 9 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ? മക്കള് പറഞ്ഞ അമ്മ തകർന്നു പോയി, അമ്മ തകർന്നു പോയി. എന്റെ അനിയത്തി പോയി, എന്റെ കൂടെപ്പിറപ്പ് പോയി, നമ്മളും കൂടി പോയി. അത്രയേറെ എന്ത് ചെയ്യാനും ഒന്നുമില്ല. നമ്മളെ കൂടെപ്പിറപ്പാണ് പോയത്. ഇനി ആരും പഞ്ചായത്തിലും വരൂല, ഒരിടത്തും വരൂല, ഇനിയും പറയും വരൂല, കോട്ടയ്ക്കകത്തും വരൂല, കട്ടയ്ക്കാലും വരൂല, ഒരിടത്തും വരൂലേ. ഇനി അവളിതോടെ പോയ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു മോഹനും അതുപോലെ ഇവിടുത്തെ CPM-ന്റെ ഏരിയ സെക്രട്ടറിയും ഇവിടുത്തെ സ്ഥലം MLA അടക്കമുള്ളവർ പിന്തുണയോടെ നടത്തിയ ക്രൂരമായ വേട്ടയാടലാണ് ആ യുവതിക്ക് ജീവിതത്തെ പുഷ്ടപ്പെടേണ്ടി വന്നത്. ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്ത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യേണ്ടത് അടിയന്തരമാണ്. ഏരിയ സെക്രട്ടറി അറസ്റ്റ് ചെയ്യണം, MLA-യുടെ പങ്കും അന്വേഷിക്കണം. നമസ്കാരം. തിരുവനന്തപുരം ആര്യനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന ശ്രീജയുടെ മരണം, ആത്മഹത്യ, അതുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ശ്രീജയുടെ വീടിന് സമീപത്താണ് നിൽക്കുന്നത്. ശ്രീജയുടെ വീടെന്ന് പറയുന്നത് ഏറെ നാളായിട്ട് മറ്റൊരു സ്ഥലത്ത് ആയിരുന്നു ശ്രീജ. ഇതിപ്പോൾ ഈ അടുത്താണ് ഈ ഒരു വീട്ടിലേക്ക് വന്നത് എന്നാണ് വിവരം. അതായത് വാടകയ്ക്കാണ് ഈ കാണുന്ന വീട്ടിൽ നിൽക്കുന്നത്. എന്തായാലും ശ്രീജയുടെ മൃതദേഹം കൊണ്ടുവരുന്ന വീട് ഇവിടെയാണ് എന്നുള്ളതാണ്. ബന്ധുക്കളും മറ്റു ആളുകളും ഒക്കെ ഇവിടെ തന്നെയുണ്ട്, ഗ്രാമവാസികളും അതുപോലെ നിരവധി ആളുകളാണ് ശ്രീജയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അത് മാത്രമല്ല, കേരളത്തിൽ ഒന്നടങ്കം ഇപ്പോൾ വലിയ പ്രതിഷേധം ഈ ഒരു വിഷയത്തിൽ ഉയരുന്നുണ്ട്. അതായത് CPM-നെതിരെ, CPM-ന്റെ ഒരു അംഗമായിട്ടുള്ള സഖാവായിട്ടുള്ള ഒരാൾക്കെതിരെയുള്ള ആരോപണം അല്ലെങ്കിൽ പ്രതിഷേധം തന്നെയാണ് വരുന്നത്. ഏകദേശം ഇന്ന് രാവിലെയാണ് ഇത്തരമൊരു മരണ വാർത്ത പുറത്തു വരുന്നത്. ആര്യനാട് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീജയുടെ ആത്മഹത്യയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണം ഭർത്താവ് ഉന്നയിക്കുന്നു. അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു മോഹന്റെ നേതൃത്വത്തിൽ CPM ശ്രീജയ്ക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിഷേധ യോഗം, അതിൽ പരാമർശിച്ച ചില പരാമർശങ്ങൾ, അതൊക്കെ ഇവരെ മാനസികമായി വേദനിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു വേദന അത് തന്നെയാണ് ഈ ഒരു മരണത്തിന് ഇടയാക്കിയിരിക്കുന്നത്, ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം മുഴുവനായിട്ട് ഈ പറയുന്നത് പോലെ ശ്രീജ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെയധികം വേദനിപ്പിക്കുന്ന പരാമർശങ്ങളാണ് പൊതുവേദിയിൽ ഉണ്ടായിരുന്നത്. ആ ഒരു അപമാനം താങ്ങാൻ വയ്യാതെയാണ് ഇവർ ആത്മഹത്യ ചെയ്തതെന്നും അവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നൊക്കെയാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ പാർട്ടിയും അതുപോലെ തന്നെ കോൺഗ്രസും അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കളും ആവശ്യപ്പെടുന്നത്. പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള പരാമർശങ്ങൾ, അതും വ്യക്തി വൈരാഗ്യം തീർക്കുന്നത് പോലെയുള്ള പരാമർശങ്ങളാണ് പൊതുവേദിയിൽ പൊതു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയത് എന്നാണ് ആരോപണം. ചില ഒരു ഫിനാൻസിൽ നിന്ന് ശ്രീജ കടമെടുത്തിരുന്നു. ആ പണം തിരികെ നൽകാതെ പറ്റിക്കുകയാണ് അല്ലെങ്കിൽ വഞ്ചിക്കുകയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർക്കെതിരെ ഒരു പ്രതിഷേധം പാർട്ടി സംഘടിപ്പിക്കുന്നത്. പൊതുവേദിയിൽ ഒരു പാർട്ടി പ്രതിഷേധ റാലിയൊക്കെ സംഘടിപ്പിക്കുകയും അവിടെ വെച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇവരെ ഒരു കള്ളി എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇവർ ഏറെ സങ്കടത്തിലായിരുന്നു, മനോവിഷമത്തിൽ ായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് കരയുകയും ഒരു ദിവസം മുഴുവൻ ഇത്തരത്തിൽ കരയുകയൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് പിറ്റേന്ന് ഇവർ മരണപ്പെട്ടു എന്നുള്ള വാർത്ത കൂടെ പുറത്തു വരുന്നത്. ആസിഡ് കുടിച്ചാണ് ഇവർ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടതോടെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ കേരളത്തിന്റെ പലയിടങ്ങളിലും വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെ വരുന്നു. സർക്കാരിനെതിരെയും സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെയും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ്. കാരണം പലപ്പോഴും ഇത്തരത്തിൽ സാധാരണക്കാരന്റെ മനസ്സിനെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അവരുടെ മാനസിക അവസ്ഥ പോലും പരിഗണിക്കാതെയുള്ള പ്രതികരണങ്ങളാണ് പലപ്പോഴും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ രാഷ്ട്രീയത്തിലേക്ക് കൂട്ടിക്കുഴച്ചുകൊണ്ട് നടത്തുന്നത് എന്നുള്ളൊരു പ്രതികരണം അല്ലെങ്കിൽ ഒരു ആരോപണം തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഉയരുന്നത്. ശ്രീജയുടെ ഭർത്താവ് ജയകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഈ പറയുന്നത് പോലെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കടം മേടിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. കടം മേടിച്ചെന്നുള്ളത് അവൾ ഇത്തരം പൈസ കടം വാങ്ങിച്ച അവരെ ബന്ധുക്കളെ നിന്നാണ് വാങ്ങിച്ചത്. അല്ല പാർട്ടിക്കാരെ CPM-കാരെന്ന CPI-കാരെന്നല്ല വാങ്ങിച്ചത്. അവരെ കടക്കാരും ഇപ്പം നീതി അതിനകത്തിരിപ്പുണ്ട് എല്ലാവരും. അവരോട് ചോദിച്ചാൽ അവരാരും പൈസ ചോദിച്ചില്ല. ഇവര് ചുമ്മാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. നികൃഷ്ടമായ രീതിയിൽ അനാവശ്യം ഒരു പെണ്ണ് പറയുമ്പോൾ അവർക്ക് മനപ്രയാസം വന്ന് ഇങ്ങനെ ചെയ്തു. അത് പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ 4-5 പേരായിട്ട്. കഴിഞ്ഞ ദിവസം ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്തിരുന്നോ? ആര്? ഭാര്യ
ശ്രീജ ശ്രീജ ഇത് മറ്റേ ഇവര് ബോർഡൗട്ട് ചെയ്യണമെന്ന് അവിടുന്ന് ആൾക്കാർ വന്ന് വിളിച്ചു പറഞ്ഞു. നമ്മൾ വോട്ട് കിട്ടി ഇന്ന് പ്രതിഷേധം ഉണ്ടെന്ന് പറഞ്ഞു. പ്രതിഷേധം അങ്ങനെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ് ഇതേപോലെ നിഷ്ഠ രീതിയിൽ സംസാരം അങ്ങനെ ഫോൺ വഴിയെല്ലാം കൂടി അവര് റെക്കോർഡ് കാണിച്ചു കൊടുത്ത് ആ നേരം ഒരു മനപ്രയാസം തോന്നി അവള് വേറെ ആത്മഹത്യ ചെയ്തു. CPM പ്രവർത്തകരാണ് പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇത്രയും എന്താണ് പ്രധാന അവർക്ക് നമ്മളൊന്നും കൊടുക്കാനില്ല, നമ്മൾ അവരെ ഒന്നും വാങ്ങിച്ചിട്ടുമില്ല. അപ്പൊ അവര് വൈരാഗ്യം ഇവിടെ പാർട്ടിയിൽ ഇങ്ങനെ തുടർന്ന് പോണ അവർക്ക് ഇഷ്ടപ്പെടണില്ല, അങ്ങനെയാണ് അവരിത് ചെയ്തത്. എന്തുവാണ് ശ്രീജയ്ക്കെതിരെ പറയുന്നത് പ്രധാനമായിട്ടും? അത് അവിടെ നിന്ന് പ്രസംഗിച്ചെനിക്ക് അറിയാം, ഞാൻ അങ്ങ് പോയില്ല. ഇവിടെ അവളെ വിളിച്ച് പറഞ്ഞ് അതെനിക്കറിയാം. ചേട്ടന് അറിയാമായിരുന്നു ഇങ്ങനെ കടം മേടിച്ചിട്ടുണ്ട്? അറിയാം. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവര് കടം വാങ്ങിച്ച ആൾക്കാർ പലിശ ചോദിച്ച് വന്നപ്പോഴെനിക്ക് അപ്പോഴാണ് അറിയാവുന്നത്. ഇത് വീട് കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാങ്ങിയതായിരിക്കും. അങ്ങനെ ആയിരിക്കും. അപ്പം തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിച്ച് അവര് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇനി എന്താണ് നിയമ നടപടിയായിട്ട് കേസ് വരെ പോയാൽ മതി. അവരെന്തിനാണ് ഞാൻ അവരെ ആരെയും പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ അപരാധനം അത് ചെയ്തുകൊണ്ട് അത് കേസ് വരെ പോയാൽ മതി. ശ്രീജയുടെ സഹോദരിയാണത്. ചേച്ചി എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതായിട്ട് പറഞ്ഞിരുന്നു? സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുള്ളതില്ല. പൈസക്ക് പ്രശ്നവും ഉണ്ട്. സംഭവം ഇത്ര ദിവസം അവള് തരണം ചെയ്ത് പോയി. ഇന്നലെ വൈകിട്ട് തരണം ചെയ്ത് ശേഷം നോക്കി ഇത്രയും പ്രശ്നമായത്. അല്ലാതെ ഇതൊരിക്കൽ ഒരു കുഴപ്പമില്ലായിരുന്നു, നോർമലായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ശ്രീജ ഒരിക്കലും ഈ പറയുന്നത് പോലെയുള്ള ആരോപണങ്ങൾക്ക് വിധേയമായിട്ട് ഇല്ല ഇല്ല ഇല്ല, നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു മെമ്പറാണ്, അത് എനിക്കറിയാം. ശ്രീജ എപ്പോഴാ ലാസ്റ്റ് വിളിച്ചത്? അപ്പൊ എന്നെ വിളിച്ചിട്ടില്ല. ഇല്ല ഇല്ല, എന്നെ വിളിച്ചിട്ട് 2 ദിവസം എനിക്ക് ഫോണില്ലാത്തോണ്ട് വിളിച്ചില്ല. എന്റെ മക്കളൊക്കെ എന്നെ വിളിക്കുകയും മിണ്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല ഇല്ല, അതിനെപ്പറ്റി ഒന്നും പറയും ചെയ്യൂല ചേച്ചി, ഞാൻ ചെയ്യൂല, ഞാൻ എല്ലാവരും പൈസ ബുദ്ധിമുട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളു, വേറെ ഒന്നും അവള് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നലത്തെ ധാരണ ചെയ്തതിനു ശേഷം അവള് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്നു പോയി. അവൾ ഇന്നലെ മക്കള് പറഞ്ഞ അമ്മ തകർന്നു പോയി, അമ്മ തകർന്നു പോയി. എന്റെ അനിയത്തി പോയി, എന്റെ കൂടപ്പിറപ്പ് പോയി, നമ്മളെ കൂടി പോയി, അത്രയും അറിയാം. എന്ത് ചെയ്യാനും ഒന്നുമില്ല. നമ്മളെ കൂടപ്പിറപ്പാണ് പോയത്. ഇനി ആരും പഞ്ചായത്തിലും വരൂല, ഒരിടത്തും വരൂല, ഇനിയും പറയും വരൂല, കോട്ടയ്ക്കകത്തും വരൂല, കട്ടയ്ക്കകത്തും വരൂല, ഒരിടത്തും വരൂലേ. ഇനി അവള് കൂടെ പോയ ബാധിച്ചുകൊണ്ടുള്ള സമാനതകളില്ലാത്ത ഒരു സ്ത്രീയെ CPM വേട്ടയാടിയതിന്റെ അനന്തര ഫലമായിട്ടാണ് ശ്രീജ എന്ന സഹോദരിക്ക് ജീവൻ വെടിയേണ്ടി വന്നത്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു മോഹനും അതുപോലെ ഇവിടുത്തെ CPMന്റെ ഏരിയ സെക്രട്ടറിയും ഇവിടുത്തെ സ്ഥലം MLA അടക്കമുള്ളവർ പിന്തുണയോടെ നടത്തിയ ക്രൂരമായ വേട്ടയാടലാണ് ആ യുവതിക്ക് ജീവിതത്തെ പുസ്തകപ്പെടേണ്ടി വന്നത്. ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്ത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യേണ്ടത് അടിയന്തരമാണ്. ഏരിയ സെക്രട്ടറി അറസ്റ്റ് ചെയ്യണം, MLAയുടെ പങ്കും അന്വേഷിക്കണം. സാമ്പത്തിക പ്രശ്നം ആരാ? എല്ലാവർക്കും കോടികൾ കൈവച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അതിന്റെ പേരിൽ നിങ്ങൾ നടുറോഡിട്ട് ആക്ഷേപിക്കാമോ? അങ്ങേയറ്റം നെറികെട്ട പ്രവർത്തനമാണ് CPMന്റെ. ഈ കവലയിൽ വെച്ചാണ് ഇന്നലെ ഈ സമയത്ത് ആ സഹോദരിക്കെതിരെ മ്ലേച്ഛമായ ആരോപണം ഉന്നയിച്ചത്. അന്തസ്സുള്ള ആർക്കെങ്കിലും ജീവിച്ചിരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വാക്കുകൾ കൊണ്ട് കൊല്ലിയാണ് ഉണ്ടായത്. എവിടെ സംരക്ഷണം? ഏത് സർക്കാർ? ആരെ സംരക്ഷിക്കുന്നത്? CPMന്റെ ക്രൂരന്മാരായ സ്ത്രീ പീഡകരെയും ഇതുപോലെ കൊലാതി തലവിടുന്ന ആളുകൾ സംരക്ഷിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, അവരെയൊക്കെ പിണറായി വിജയൻ സംരക്ഷിക്കാൻ വരും. അല്ല, നീതിക്ക് വേണ്ടി
നീതി ആവശ്യമുള്ളവരെ സംരക്ഷിക്കാൻ ചരിത്രം 9 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ?